ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവദാസനോട് ദൈവജനത്തോടും ഒപ്പം ഒരു സാക്ഷ്യം നിൽപ്പാൻ കർത്താവ് എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. ഇവിടെ ഓരോ 72 മണിക്കൂർ പ്രാർത്ഥന നടത്തുമ്പോഴും ദൈവം എന്നെ ഓരോ അന്യഭാഷകളുണ്ട് എന്നെ നിറച്ചുകൊണ്ടിരുന്നു. അതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവദാസൻ അങ്ങനെ ഒരു സാഹചര്യം നമുക്കെല്ലാം ഒരുക്കി തന്ന് ഇത്രത്തോളം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്ന് നമ്മളെ കരുതുന്നതിനായി ദൈവദാസനും നന്ദി പറയുന്നു. അത് കഴിഞ്ഞ മെയ് മാസം 31-ാം തീയതി എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് തലേന്ന് വൈകിട്ട് കൊണ്ട് എനിക്ക് പനിയും എൻ്റെ ശ്വാസം പോകത്തില്ലായിരുന്നു. അങ്ങനെ രാവിലെ ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ജൂൺ 25-ാം തീയതി തിരുവനന്തപുരത്തെ ശുശ്രൂഷ കഴിഞ്ഞ് അപ്പോൾ അത് ഞാൻ വീട്ടിലിങ്ങനെ ഞാനും മോളും കൂടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ ഉടനെ എനിക്ക് തലകറക്കം വന്നു. തലകറങ്ങുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ മോളോട് പറഞ്ഞു, മോളെ എനിക്ക് തലകറങ്ങുന്നു, എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞു. അവൾ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് കട്ടിലേക്ക് കിടത്തി. പിന്നെ അത് കഴിഞ്ഞ് അവൾ പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുഞ്ഞു വന്ന് ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവദാസനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ ഭാഷ പറയുകയും ചെയ്തു. ഞാൻ വണ്ടിയിൽ കയറിയതേ ഉള്ളൂ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും കർത്താവ് സൗഖ്യം തന്നു. അത് കഴിഞ്ഞ് എൻ്റെ 2 മക്കളും കഴിഞ്ഞ 18-ാം തീയതി സ്ഥാനപ്പെടുവാൻ അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. 2 പേരും കൂടെ ഒന്നിച്ച് സ്ഥാനപ്പെടുമെന്ന്. അതൊക്കെയും ദൈവം നൽകി തന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി രോഗങ്ങളുണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ വയറ്റിലാണെങ്കിൽ മുഴയുണ്ടായിരുന്നു. ഞാനെങ്ങും പോയി ടെസ്റ്റ് ചെയ്ത് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടില്ല. അത് കുറച്ച് നാൾ മുമ്പ് എന്നോട്ട് തുടങ്ങിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ടേ എനിക്ക് വയറ്റിൽ പ്രയാസമുണ്ടായിരുന്നു. ഇത്രത്തോളം ദൈവം നടത്തി, അതുമാത്രം പറഞ്ഞാൽ മതി. കർത്താവ് അത് ഈ കുഞ്ഞുങ്ങൾ സ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് ഒരു 6 മാസം മുമ്പ് എനിക്ക് എൻ്റെ തൊണ്ട വരെ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ ഇതൊന്ന് മാറ്റി തരണം. അന്നേരം അത് താഴോട്ടൊരു പോകുന്ന ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ യൂറിൻ പാസ് ചെയ്യുമ്പോഴെനിക്ക് ഭയങ്കര എത്ര വർഷം കൊണ്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ പത പോകുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് പിന്നെ യൂറിന് ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിരുന്നു. അതെല്ലാം ഈ കുഞ്ഞുങ്ങൾ സ്ഥാനപ്പെട്ടതിന് ശേഷം എന്ന് കർത്താവ് സൗഖ്യം തന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതെല്ലാം സൗഖ്യമായി. അത് കഴിഞ്ഞ് എൻ്റെ ഈ ഹാർട്ടിൻ്റെ അവിടെ ഈ നെഞ്ചത്ത് ഇടതുവശത്ത് ഇടയ്ക്കിടയ്ക്ക് കുത്തി വലിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഒത്തിരി ഭാരപ്പെടുമായിരുന്നു ആ വേദന മുഖാന്തരം. കർത്താവ് എന്തു വന്നാലും എൻ്റെ അപ്പനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. എന്തു വന്നാലും എൻ്റെ ദൈവം അറിയുന്നത്, എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ എൻ്റെ ദൈവം എനിക്കതിന് സൗഖ്യം തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കർത്താവ് മാറ്റിത്തന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഈ ഒരു ദൈവത്തെ അറിയുവാൻ കർത്താവെ പുറമ്പോക്കി കടന്ന് എന്നെയും എൻ്റെ അപ്പം വിളിച്ച് വേർതിരിച്ച് കുടുംബമായി ഞങ്ങളെ കൊണ്ടുവന്നതിനായി ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിലും ദൈവദാസൻ്റെ കൈക്കീഴിലും ഞങ്ങൾ വന്നാണ് കർത്താവെ ഇത്രത്തോളം ദൈവത്തെ കൂടുതൽ അറിയുവാനും സാധിച്ചു. ഇത്രത്തോളം സൗഖ്യം ദൈവം തന്നു. അതിനെല്ലാം കോടി ദൈവത്തിന് നന്ദി പറയുന്നു. അതിലുപരി ദൈവദാസനും കുടുംബത്തിനും നന്ദി പറയുന്നു. ദൈവജനത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ അമേൻ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചൊന്ന് നന്ദി പറഞ്ഞ് ഈ പ്രിയ സിസ്റ്ററിൻ്റെ ആഗ്രഹം പോലെ 2 മക്കളും സ്നാനപ്പെടാനും കർത്താവ് അത്ഭുതകരമായി വർഷങ്ങൾ നിന്ന് ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് നന്ദി പറയാം. അറിയാം, ഇത്രയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എത്ര പേര് ബലപ്പെട്ടിട്ടുണ്ട്.